പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു PC ബിൽഡ് വീഡിയോ ആണ്. ഏകദേശം 65,000 രൂപയുടെ ഇത് മാത്രം വരും, PC മാത്രം. ഓക്കെ, ഇതൊരു ഫ്യൂച്ചർ പ്രൂഫ് ബിൽഡാണ്. ഗ്രാഫിക് കാർഡ് ഇല്ല. ഓക്കെ, APU ബേസ്ഡ് സിസ്റ്റം ആണ്. പക്ഷേ ഇതിന്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് ഏകദേശം 14,000 സംതിങ് റുപ്പീസ് വരുന്ന MSIയുടെ B450 കാർബൺ സീരീസ് മദർ ബോർഡാണ്. ഒരു പ്രീമിയം ബോർഡാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ U40യുടെ ലിക്വിഡ് കൂളറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെവി ബിൽഡാണ്. പക്ഷേ ഗ്രാഫിക് കാർഡ് മാത്രം ഇല്ല. ഓക്കെ, ഒരു APU ബേസ്ഡിലാണ്. പക്ഷേ ഇത് അവർ അപ്ഗ്രേഡ് ചെയ്യും, ഒരു ഫ്യൂച്ചർ പ്രൂഫ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ആൻഡ് Windows 11 ആയിരിക്കും. ഓക്കെ, നമ്മൾ അതിൻ്റെ സ്റ്റേബിലിറ്റി ചെക്ക് ചെയ്യും. ഫസ്റ്റ് Windows 10 ഇട്ടിട്ട് എന്താ സ്റ്റേബിലിറ്റി ചെക്ക് ചെയ്തിട്ട് Windows 11ൻ്റെ ആ ഒരു സ്റ്റേബിലിറ്റിയും ചെക്ക് ചെയ്യും. എന്നിട്ട് ഏതാണ് നമുക്ക് ഇതാക്കാൻ പറ്റുന്നത് അതിന് ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എനിവേ നമുക്ക് അതിന് പാർട്സുകളൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് ബിൽഡിലോട്ട് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ പറയണ്ടല്ലോ, പെട്ടെന്നൊക്കെ ചെയ്തേക്ക്. പിന്നെ ഇതുപോലത്തെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കൽ ഒഴിവാക്കുക, മാക്സിമം കോൾ ചെയ്യുക. ഓക്കെ, കുറേ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ നമ്പറിലോട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പാർട്സ് ഓരോന്നായിട്ട് പരിചയപ്പെടും. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സറാണ്. ഇത് Ryzen 5 3400G ആണ്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ അടുത്ത് പ്രോസസ്സർ ഇല്ല കേട്ടോ, ഇതൊരു ഓൾഡ് ബോക്സ് ആണ്. പ്രോസസ്സർ ഇതാണ് പ്രോസസ്സർ. ഇതൊരു ട്രേ പ്രോസസ്സറാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ മാർക്കറ്റിൽ ഫുൾ OEM ആണ് വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റത്തെ മുന്നൊരു PC ബിൽഡ് വീഡിയോ ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിൻ്റെ റേറ്റ് 14,950, ഏകദേശം 15,000 രൂപയുടെ അടുത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഇതിൻ്റെ റേറ്റ് 19 വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ച അതിന് മുന്നേ തന്നെ ഇത് റേറ്റ് കൂടുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഇതിന് പേ ചെയ്തിട്ടു. അതുകൊണ്ട് ഇത് 16 സംതിങ്ങിന് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ 19 സംതിങ് ആണ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഒരു APU കൊടുക്കുന്നത് നല്ലതല്ല. നിങ്ങൾക്ക് 1050 Ti അതുപോലെ തന്നെ Intelൻ്റെ i3 ഒക്കെ വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്നതാണ് ബെറ്റർ. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, ആ ഒരു ബിൽഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പ്രോസസ്സർ. ഇനി നമുക്ക് നമ്മുടെ മദർ ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവിയാണ്. MSIയുടെ B450 ഗെയിമിംഗ് പ്രോ കാർബൺ മാക്സ് എന്ന് പറയുന്നത് ഒരു വൈഫൈ മദർ ബോർഡാണ്. ആക്ച്വലി ഈ ഒരു PC കുറേ മുന്നേ ബിൽഡ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഒരു PC ആയിരുന്നു. പക്ഷേ ഈ ഒരു മദർ ബോർഡിന് വേണ്ടി കുറച്ച് റിസ്ക് എടുത്തു. കാരണം വൈഫൈ ബോർഡൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. നമ്മൾ ഓറസിൻ്റെ ബോർഡാണ് ട്രൈ ചെയ്തത്, പക്ഷേ അത് കിട്ടായിട്ട് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു കാർബൺ ബോർഡിലോട്ട് പോയത്. നിങ്ങൾക്കറിയാം, ഇതിന് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ലിക്വിഡ് കൂളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CoolerMasterൻ്റെ മാസ്റ്റർ ലിക്വിഡ് ML240 എന്ന് പറയുന്ന RGB ആണ്. ഇതിൻ്റെ ARGB വേരിയൻറ്റും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. പിന്നെ ഇതിൽ യൂസ് ചെയ്ത റാം എന്ന് പറയുന്നത് അഡാറ്റയുടെ XPG Spectrix D60G എന്ന് പറയുന്ന ഒരു RGB റാം ആണ്. ഇത് 8x2 ആണ്, അതായത് നല്ല പെർഫോമൻസ് ഡിഫറൻസ് കാണും. 8x2 ആക്കിയാൽ 16GB ആണ് മൊത്തം വരുന്നത്. പിന്നെ റാം നിങ്ങൾക്ക് ഈ ഒരു റാം മാത്രമല്ല, ഓറസിൻ്റെ ഒരു റാമും ഉണ്ടായിരുന്നു. ഇത് ബില്ല് ചെയ്തിട്ടാണ് ഈ ഒരു റാം സ്റ്റോക്ക് വന്നത്. ഇത് ഓറസിൻ്റെ 8x2 16GB RGB റാമാണ്. ഇതിന് കുറച്ച് റേറ്റ് കുറവാണ്, പക്ഷേ ഇതൊരു അടിപൊളി ഓറസിൻ്റെ ഒരു അടിപൊളി റാമാണ്. ഓക്കെ, ഇതിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് റേറ്റ് കുറവാണ്, എന്നാൽ ഓറസിൻ്റെ ഒരു ഗിഗാബൈറ്റിൻ്റെ ഒരു അടിപൊളി റാമാണ്. പിന്നെ നമുക്ക് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് M.2 NVMe SSD ആണ്. അഡാറ്റയുടെ XPG, അത് 256GB ആണ്. ഓക്കെ, ബാക്കപ്പിനായിട്ട് സീഗേറ്റിൻ്റെ 1TB ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പവർ യൂണിറ്റ്, അതായത് SMBS എന്ന് പറയുന്നത് CoolerMasterൻ്റെ 550 വാട്ട്സിൻ്റെ 80+ ബ്രോൺസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു PSU ആണ്. പിന്നെ നമ്മുടെ ക്യാബിനറ്റ് എന്ന് പറയുന്നത് Deepcool Matrexx 55 മെഷ് ആണ് ഇതിൽ യൂസ് ചെയ്തത്. ഇതിൻ്റെ ഗ്ലാസ്സും ഉണ്ട്. ഇതിൻ്റെ ഗ്ലാസ് ആണ് കുറച്ചുകൂടെ ലുക്ക് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കസ്റ്റമേഴ്സ് ഈ ഒരു മെഷ് ടൈപ്പ് മതി, മെഷാണ് കുറച്ചുകൂടെ എയർ ഫ്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ അവർക്ക് ലുക്കും മെഷിൻ്റെത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മെഷ് ചൂസ് ചെയ്തത്. അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാബിനറ്റ് ആണ് Matrexx 55. പിന്നെ Antecൻ്റെ Prizm എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും ഇതാണ് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ബിൽഡിലോട്ട് പോകാം. ഈ രണ്ട് സാധനം ഞാൻ അയക്കുന്നില്ല, കാരണം ലിക്വിഡ് കൂളർ വെക്കുന്നത് കൊണ്ട് CoolerMasterൻ്റെ ലിക്വിഡ് കൂളർ ഇത് സപ്പോർട്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അതുകൊണ്ട് ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. ഓക്കെ,
ഫൈനലി നമ്മുടെ PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് പരിപാടി സോഫ്റ്റ്വെയറിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു വീഡിയോ അതിൻ്റെ ചെയ്തതിന് ശേഷം വേണം എനിക്കത് പാക്ക് ചെയ്തിട്ട് കൊറിയർ അയക്കാനായിട്ട്. ടൈം ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ Windows 11 PC ആണ്. അപ്പോൾ 11 ഞാൻ ഇട്ടു. അപ്പോൾ വലിയ സ്റ്റേബിൾ അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ബെഞ്ച് മാർക്കിങ്ങിലൊക്കെ. അതുകൊണ്ട് ഞാൻ Windows 10 തന്നെ ആക്കി. പ്രോസസർ Ryzen 5 3400G ആണ്. പക്ഷേ ഗ്രാഫിക് കാർഡ് ഒന്നുമില്ല. എങ്കിലും ഇത്ര റൈറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മദർബോർഡ് ആണ്. ഓക്കെ, MSI B450 ഗെയിമിംഗ് പ്രോ കാർബൺ മാക്സ് വൈഫൈ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർബോർഡ്. അതിന് തന്നെ ഏകദേശം 14,000 രൂപ ഉണ്ട്. അതുപോലെ തന്നെ ക്യാബിനറ്റ്, ലിക്വിഡ് കൂളർ, അതുപോലെ തന്നെ RGB റാം ഇതൊക്കെ വന്ന സമയത്ത് റൈറ്റ് കുറച്ച് കൂടി. ഇതൊരു ഫ്യൂച്ചർ പ്രൂഫ് ബിൽഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബിൽഡിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഇതുപോലത്തെ ഒരു ബിൽഡ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇവിടേക്കായിട്ട് കാണുന്നുണ്ടാവും, കോൺടാക്ട് ചെയ്താൽ മതി. ഈ ലെവലിൽ PC തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു 26,000 രൂപ മുതൽ ഒരു 1 lakh അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടൊക്കെയുള്ള ബിൽഡ് നമുക്ക് ചെയ്യാം. മിനിമം ഒരു 25,000-30,000 ഒരു മിനിമം ബഡ്ജറ്റ് വരുന്നത്. പിന്നെ യൂസ്ഡ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ 20K നല്ലൊരു PC ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് GTA 5 ഒക്കെ കളിക്കാൻ പറ്റും, നല്ലൊരു PC ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന്റെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പും അതുപോലെ തന്നെ Instagram ID അങ്ങനത്തെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു PCയുടെ ഓണർ ഭയങ്കര സപ്പോർട്ടായിരുന്നു വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട്. വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമർ അങ്ങനെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത്. സാധാരണ നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് വീഡിയോ ഇടാറ്, ഇവർ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇത് PC ബിൽഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇവിടേക്കായിട്ട് കാണുന്നുണ്ടാവും, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം.